ഹലോ മക്കളെ, 2025 USS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. എല്ലാവരും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ടാകുമെന്ന് സാറിന് അറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USS പരീക്ഷയുടെ ഒരു മെയിൻ ഭാഗമായ സോഷ്യൽ സയൻസിലെ മിഡീവൽ ഇന്ത്യ എന്ന ചാപ്റ്ററാണ്. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിനെ നമ്മൾ 3 പാർട്ടായിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, വിശദീകരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത് 1ാമത്തെ പാർട്ടാണ്. അപ്പം അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ XNYയുടെ USS കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആകും. അതേപോലെ തന്നെ ഡെയിലി ക്വിസുകൾ അതിലിടുന്നുണ്ട്. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും നമ്മൾ എന്താക്കുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും USS കമ്മ്യൂണിറ്റി, XNYയുടെ USS കമ്മ്യൂണിറ്റി വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ആയിട്ടുള്ള ടോപ്പിക്, നമ്മുടെ ഡിസ്കഷനുള്ള ടോപ്പിക് ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ, നമ്മൾ അതാണ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് മിഡീവൽ ഇന്ത്യ? മലയാളത്തിൽ നമ്മൾ അതിനെ മധ്യകാലഘട്ടം എന്ന് പറയും. അതായത് നമ്മുടെ ഇന്ത്യ ചരിത്രം 3 ഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന് ആൻഷ്യൻ ഇന്ത്യ, പ്രാചീന ചരിത്രം. ഒന്ന് മിഡീവൽ ഇന്ത്യ, മധ്യകാല ചരിത്രം. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗമാണിത് മോഡേൺ ഇന്ത്യ. അപ്പം മിഡീവൽ ഇന്ത്യ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മിഡീവൽ ഇന്ത്യയിലെ 2 സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിലെ ആദ്യത്തെ സ്ട്രക്ചർ പരിചയം ഉണ്ടാവും. ഏതാണ്? ഇത് റെഡ് ഫോർട്ട് ആണ്, അല്ലേ? ഇത് റെഡ് ഫോർട്ടാണ്. ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് എന്താണ്? റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രിമാരെ റിപ്പബ്ലിക് ഡേയിലും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലും പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്, അല്ലേ? ഫ്ലാഗൊക്കെ ഹോസ്റ്റ് ചെയ്ത് ഒരു പരേഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും TV ലൈവ് ചാനലിലൂടെ. അത് എവിടെ നിന്നാണ് നടക്കുന്നത്? അത് ഈ റെഡ് ഫോർട്ടിലൂടെയാണ്. ഈ റെഡ് ഫോർട്ട് എപ്പോഴാണ് നിർമ്മിച്ചത്? റെഡ് ഫോർട്ട് നിർമ്മിച്ചത് മിഡീവൽ പീരീഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റേത് ഏതാണ്? ഇത് ഹംപിയാണ്. ഹംപിയിലെ ഒരു ക്ഷേത്രമാണ്, ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ വിജയനഗര എംപയർ എന്ന് പറയുന്ന നമ്മൾ 3ാമത്തെ പാർട്ടിൽ പഠിക്കാൻ പോകുന്ന എംപയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ മിഡീവൽ ഇന്ത്യയിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് മുഗൾസിനെ കുറിച്ചാണ്. മുഗൾസിനെ കുറിച്ചും അതേപോലെ തന്നെ ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിനെ കുറിച്ചുമാണ്. അപ്പം മുഗൾ എന്ന് പറയുന്ന ടേം, അത് യഥാർത്ഥത്തിൽ ഒരു ബ്രിട്ടീഷുകാരാണ് മുഗൾ എന്നുള്ള പേരിൽ ഈ എംപയറിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അതേപോലെ തന്നെ ഈ മുഗൾ എന്നുള്ള ടേം ഡിറൈവ് ചെയ്തത് മംഗോൾ എന്നുള്ള ടേമിൽ നിന്നാണ്. മുഗൾ എന്നുള്ള പേര് വന്നത് മംഗോൾ എന്നുള്ള ടേമിലാണ്. അതേപോലെ തന്നെ ബാബർ ആയിരുന്നു ആര്? ദ ഫൗണ്ടർ ഓഫ് ദി മുഗൾ കിങ്ഡം. മുഗൾ കിങ്ഡത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? ബാബർ ആണ്. അപ്പൊ ചോദ്യങ്ങൾ വരാം, ആരാണ് മുഗൾ സാമ്രാജ്യം ഫൗണ്ട് ചെയ്തത്? അപ്പൊ ആരാണ്? അതിന് ഉത്തരമായിട്ടുള്ളത് ബാബറാണ്. അതേപോലെ തന്നെ ഈ മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിതമായത് 1526-ലാണ്. എപ്പോഴാണ്? 1526-ലാണ് മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിതമായത്. അപ്പോൾ എങ്ങനെയാണ് സ്ഥാപിതമായത്? ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, അതായത് ഹരിയാനയിലാണ് ഈ പാനിപ്പട്ട് എന്ന് പറഞ്ഞ സ്ഥലം. നിലവിൽ ഹരിയാനയിലാണ് പാനിപ്പട്ട് എന്ന സ്ഥലം. അവിടെ മുഗൾ ഫൗണ്ടർ ആയിട്ടുള്ള ബാബറും അതേപോലെ തന്നെ ലോധി ഡൈനാസ്റ്റി, അതായത് മുഗളർക്ക് തൊട്ട് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ കുറച്ച് വിശാലമായ ഇന്ത്യ, പാകിസ്ഥാനും ബംഗ്ലാദേശും അതേപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ ഭരിച്ചിരുന്നത് ലോധി ഡൈനാസ്റ്റി ആയിരുന്നു. അവരുടെ ലോധി ഡൈനാസ്റ്റി മാത്രമല്ല, വേറെയും ഒരുപാട് സാമ്രാജ്യങ്ങൾ അതിനുള്ളിലുണ്ടായിരുന്നു. മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ലോധി ഡൈനാസ്റ്റി ആയിരുന്നു. ഈ ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആയിട്ടുള്ള ഇബ്രാഹിം ലോധിയും അതേപോലെ തന്നെ ബാബറും തമ്മിലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടന്നത്. ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധി എന്താക്കാണ്? പരാജയപ്പെടുത്തിയിട്ട് ബാബർ എന്ത് ചെയ്യുകയാണ്? ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി മുഗൾ റൂൾ. 1526 ബാബർ മുഗൾ റൂളിന് അടിത്തറ കുറിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്നാണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഒന്ന് മാത്രമല്ല, അതിനുശേഷവും പാനിപ്പട്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാവും, അല്ലേ? അപ്പം ഏതൊക്കെയാണ് പാനിപ്പട്ട് യുദ്ധങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ശ്രദ്ധിക്കണം. ഇതാണ് പാനിപ്പട്ട് വാസ്. 3 പാനിപ്പട്ട് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ 1ാമത്തെ നമ്മൾ പറഞ്ഞു, എന്താണ്? ബാബറും ഇബ്രാഹിം ലോധിയും, അതായത് ലോധി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോധിയും അതേപോലെ തന്നെ മുഗൾ എംപയർ ഫൗണ്ട് ചെയ്തിട്ടുള്ള
ബാബറും തമ്മിൽ 1526 1526 നടന്ന യുദ്ധമാണ് ഏത്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം. അതിലെന്താ സംഭവിച്ചത്? അതിന്റെ റിസൾട്ട് എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ എംപയർ. മുഗൾ എംപയർ എന്താവുകയാണ്? അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. പിന്നെ 30 വർഷത്തിന് ശേഷം 1556 അക്ബറെ കുറിച്ച് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ഹെമു എന്ന് പറയുന്നത് അന്ന് നിലവിൽ നിന്നിരുന്ന ചെറിയൊരു സാമ്രാജ്യത്തിലെ ഒരു മന്ത്രിയായിരുന്നു. ആര്? ഹെമു എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരുന്നു. ഹെമുവും അക്ബറും തമ്മിലാണ് 1556 എന്ത് നടന്നത്? രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. ഇതിൽ ആര് വിജയിച്ചു? അക്ബർ വിജയിച്ചു. അക്ബർ വിജയിച്ചു എന്ന് മാത്രമല്ല, അത് മുഗൾ സാമ്രാജ്യത്തിന്റെ വിശാലത കൂട്ടുകയും ചെയ്തു. പിന്നെ മൂന്നാമത്തത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്, 1761 നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു നടന്നതെന്ന് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. 1761 അഫ്ഗാൻ റൂളർ, അതാരാണ്? മുഹമ്മദ് ഷായും മുഹമ്മദ് ഷാ അബ്ദാലിയും അതേപോലെ തന്നെ മുഗൾ റൂളർ ആൻഡ് മറാത്ത റൂളറും മുഗൾ സാമ്രാജ്യവും. അന്ന് മുഗൾ സാമ്രാജ്യം എന്താക്കിയിട്ടുണ്ട്? അവര് ഏകദേശം ഡിക്ലൈൻ ആയിട്ടുണ്ട്. അപ്പം അവര് ഹെൽപ്പ് ചെയ്യാൻ വന്ന മറാത്തകളും മുഗളും ഒരു ഭാഗത്തും, അപ്പുറത്ത് അഫ്ഗാനിൽ നിന്ന് വന്ന റൂളർ ആയിട്ടുള്ള മുഹമ്മദ് ഷാ അബ്ദാലിയാണ് ഉണ്ടായിരുന്നത്. അതിൽ ആര് ജയിച്ചു? മുഹമ്മദ് ഷാ അബ്ദാലി ജയിച്ചു. അപ്പൊ 3 വർഷങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. ഒന്ന് 1526, രണ്ടാമത്തത് ഏതാണ്? 1556, മൂന്നാമത്തതോ 1761. ഇതാണ് 3 പാനിപ്പട്ട് യുദ്ധങ്ങൾ നടന്ന വർഷം. അപ്പൊ ഇത് നിങ്ങൾ എന്താക്കാം മക്കള്, ഇത് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിക്കണം. ഏത് എക്സാമിന് നമ്മൾ പോകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി നമ്മൾ വായിക്കാം. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് മുഗൾ റൂള്, അതിന്റെ പീരീഡുകളാണ് നമ്മൾ പറയുന്നത്. കാര്യമായിട്ട് 6 റൂളേഴ്സ് ആണ് എന്നുള്ളത് മുഗൾ പീരീഡിൽ നമ്മൾ പഠിക്കാനുള്ളത്. 6 റൂളേഴ്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1526 മുഗൾ സാമ്രാജ്യം, മുഗൾ റൂൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് റൂളർ ആരായിരുന്നു? ഫസ്റ്റ് റൂളർ എന്ന് പറയുന്നത് 1526 മുതൽ 1530 വരെ ഭരിച്ചിരുന്നത് ബാബർ ആയിരുന്നു. പിന്നെ ഹുമയൂണാണ്. ഹുമയൂണിന് 2 കാലഘട്ടമുണ്ട്. ഒന്ന് 1530 മുതൽ 1540 വരെയും 10 വർഷവും, പിന്നീട് ഒരു വർഷവും 1555 മുതൽ 1556 വരെ. ഇതിനിടയിലുള്ള കുറച്ച് വർഷം അല്ലെ, ഒരു 15ഓളം വർഷം അദ്ദേഹം ഇവിടുത്തെ ഒരു യുദ്ധത്തിൽ ഷേർഷാ എന്ന് പറയുന്ന ഭരണാധികാരിയുമായി നടന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ട് അദ്ദേഹം എന്താണ്, നാട് വിട്ട് പോവുകയാണ്, പേർഷ്യയിലേക്ക് പോവുകയാണ്. പിന്നീട് അവിടുന്ന് എന്താക്കുകയാണ്, അവിടുന്ന് അദ്ദേഹം തിരിച്ച് വീണ്ടും അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം എന്താക്കിയിട്ടുള്ളൂ, ഒരു വർഷം മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. പിന്നെ മൂന്നാമത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന അക്ബറാണ്. അതാണ് 1556 മുതൽ 1605 വരെ. ഒരു എത്ര വർഷം ഭരിച്ചിട്ടുണ്ടാവും? 49-50 വർഷമാണ് എന്താ അക്ബർ ഭരിച്ചത്. അപ്പം അക്ബർ ദി ഗ്രേറ്റ് എന്നാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ വിളിക്കുന്നത്. പിന്നെ മറ്റു 4മത്തെ ആൾ ആരാണ്? ജഹാംഗീറാണ് 4മത്തെ ആള്. അദ്ദേഹം 1605 മുതൽ 1627 വരെ. ഓക്കെ, അപ്പോ 1 2 3 4. 5മത്തത് ആരാണ്? ഷാജഹാനാണ്. അക്ബറിന്റെ മകനാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ മകനാണ് ആര്? ഷാജഹാൻ. ഇതൊക്കെ മക്കളാട്ടോ. ബാബറിന്റെ മകൻ ഹുമയൂണിന്റെ മകൻ അക്ബർ, അക്ബറിന്റെ മകൻ ജഹാംഗീർ, ഷാജഹാൻ. പിന്നെ ആളാണ് ഷാജഹാന്റെ മകനായിട്ടുള്ള ഔറംഗസീബാണ് മുഗളിലെ 6മത്തെ റൂളർ. ഇതിലൂടെ എന്താക്കുന്നുണ്ട്, മുഗൾ രാജവംശത്തിന് ചെറിയൊരു ഡിക്ലൈൻ സംഭവിക്കുന്നുണ്ട്. 1658 മുതൽ 1707 വരെ എന്താക്കിയിട്ടുണ്ട്, ഔറംഗസീബ് ഭരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വർഷങ്ങളും കാര്യങ്ങളും കൃത്യമായി എന്താക്കുക, നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഔറംഗസീബിന്റെ കാലത്ത് മുഗൾ രാജ്യത്തെ കുറിച്ചാണ്. നോക്കി, എത്ര വിശാലമായ രാജ്യമാണ്. നോക്ക്, ഇവിടെ ആർക്കോട്ട് മുതൽ അങ്ങ് കാബൂൾ വരെ. കാബൂൾ ഇന്നെവിടെയാണ്? അഫ്ഗാനിലാണ്. അതേപോലെ തന്നെ ലാഹോർ, മുൾത്താൻ, അതേപോലെ തന്നെ സിന്ധ്, ധാക്ക, ബംഗ്ല, ഇതൊക്കെ എന്താണ്, സെപ്പറേറ്റ് രാജ്യങ്ങളാണ്. അപ്പം മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യക്ക് പുറത്തും എന്തായിരുന്നു, വിശാലമായി കിടന്നിരുന്ന രാജ്യമാണ്. ഇനി അടുത്തത് അക്ബർ ദി ഗ്രേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 സ്ലൈഡ് ഉണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അപ്പൊ അക്ബർ എന്ന് പറയുന്ന അക്ബർ ദി ഗ്രേറ്റ് എവിടെയാണ് ജനിച്ചത്? പാകിസ്ഥാനിലാണ് ജനിച്ചത്. ഓക്കെ, പാകിസ്ഥാനിലെ അമർകോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? അക്ബർ. ഏതാണ് ഇയർ? 1542 ഒക്ടോബർ 15 ആര് ജനിക്കുന്നത്? അക്ബർ ജനിക്കുന്നത്. അദ്ദേഹം ഹുമയൂണിന്റെ മകനായിരുന്നു. അദ്ദേഹം ചക്രവർത്തിയായത് ഏത് വയസ്സിലാണ്? അദ്ദേഹം 13മത്തെ വയസ്സിൽ അദ്ദേഹം ചക്രവർത്തിയാവുകയാണ്, രാജാവാവുകയാണ്. ഹുമയൂണിന്റെ വിശ്വസ്ത പടനായകൻ, അതായത് ഹുമയൂണിന്റെ ആർമി ജനറൽ ആയിട്ടുള്ള ബൈറാം ഖാനാണ് ഭരണകാര്യങ്ങളിൽ അക്ബറെ സഹായിച്ചത്. കാരണം അക്ബർ ചെറിയ കുട്ടിയാണ്, അപ്പൊ അക്ബറെ സഹായിക്കാൻ ഒരാൾ വേണം. അപ്പൊ ആരായിരുന്നു സഹായിച്ചത്? ബൈറാം ഖാൻ എന്ന് പറയുന്ന ആളായിരുന്നു അക്ബറിനെ സഹായിച്ചത്. ബൈറാം ഖാൻ
അദ്ദേഹമാണ് അക്ബറിനെ ഈ ഭരണകാര്യങ്ങളിലും മറ്റു അഡ്മിനിസ്ട്രേഷൻ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തെ സഹായിച്ചത്. 1575 അക്ബറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നയമാണ് എന്ത് പറയാൻ പോകുന്നത്. അദ്ദേഹം ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു ഹൗസ് ഓഫ് വേർഷിപ്പ് എന്താക്കി ഫത്തേഹ്പൂർ സിക്രിയിൽ അദ്ദേഹം നിർമ്മിച്ചു. 1575 എന്താണ് നിർമ്മിച്ചത്? ഇബാദത്ത് ഖാന, ഹൗസ് ഓഫ് വർഷിപ്പ്. എവിടെയാണ് നിർമ്മിച്ചത്? ഫത്തേഹ്പൂർ സിക്രിയിലാണ് അദ്ദേഹം എന്താക്കിയത്, നിർമ്മിച്ചത്. അത് അദ്ദേഹത്തിന്റെ ന്യൂ ക്യാപിറ്റലായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് ഇബാദത്ത് ഖാനയുടെ ചെറിയൊരു പിക്ക് കാണാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത പിക്ക് തന്നെയാണ്. നിങ്ങൾക്കെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും. 7ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠത്തിലെ ഒരു ചിത്രമാണ്. ഇതാണ് ഇബാദത്ത് ഖാന. ഈ വിശാലമായ കെട്ടിടത്തിനാണ് നമ്മൾ ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് നിർമ്മിച്ചത്? 1575 ഇത് മാത്രമല്ല, എവിടെയാണ്? ഫത്തേഹ്പൂർ സിക്രിയിലാണ്. ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ ചില പോളിസികളാണ്, ചില ഫിലോസഫിയും പോളിസികളാണ്. അക്ബർ നടപ്പിലാക്കിയ ചില പോളിസികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത് അദ്ദേഹം ഒരു ദീന ഇലാഹി എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പുതിയ പോളിസിയാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ദീന ഇലാഹി എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് അദ്ദേഹം എന്താക്കുന്നത്, കൊണ്ടുവന്നത്. അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ കമ്പൈൻ ദ ബെസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ ചേർത്തിട്ട് അദ്ദേഹം എന്താക്കാണ്, ഒരു പുതിയ ഫിലോസഫി, ദീന ഇലാഹി എന്ന് പറയുന്ന ഒരു പുതിയ ഫിലോസഫി അദ്ദേഹം കൊണ്ടുവരികയാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെത് സുൽഹി ഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സൽ ടോളറൻസ്, എല്ലാവർക്കും സമാധാനം വേണം, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള അർത്ഥത്തിൽ സമാധാനവും പരസ്പര ബന്ധവും ഉണ്ടാവണം എന്ന രീതിയിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഒരു ടേമാണ് എന്ത്? സുൽഹി ഹുൽ, ഒരു യൂണിവേഴ്സൽ ടോളറൻസ് എന്ന് പറയുന്നത്, എല്ലാവർക്കും സമാധാനം ഉണ്ടാവണം എന്നുള്ള രൂപത്തിൽ അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള ഒരു ദർശനമാണ് എന്ത്? സുൽഹി ഹുൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മറ്റൊന്ന് ജസിയ ആയിരുന്നു. ജസിയ എന്ന് പറയുന്നത് ഒരു മതനികുതിയായിരുന്നു, റിലീജിയസ് ടാക്സ് ആയിരുന്നു. അത് അദ്ദേഹം എന്താക്കി? അത് അദ്ദേഹം ഒഴിവാക്കി. കാരണം അങ്ങനെ ഒരു സെപ്പറേറ്റ് മതത്തിലെ ആൾക്കാരോട് വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതെന്താക്കാണ്, റിലീജിയസ് ടാക്സ് ആയിട്ടുള്ള ജിസിയ ഒഴിവാക്കിയത്. അപ്പം ജിസിയ എന്ന റിലീജിയസ് ടാക്സ് ഒഴിവാക്കിയത് ഏത് ഭരണാധികാരിയാണ് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയണം? അക്ബർ എന്ന് നമ്മൾ ഉത്തരം പറയണം. അതേപോലെ അദ്ദേഹം മൻസാബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം അദ്ദേഹം എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ മൻസാബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരാൾ എന്താക്കണം, അയാൾക്ക് ഒരു ഭൂമി പതിച്ചു നൽകുക. എങ്ങനെയാണ് ഭൂമി പതിച്ചു നൽകുക? അയാൾ ഇത്ര ആർമി മെന്നിനെ അയാൾ എന്താക്കണം, കുതിരപ്പടയാളികളെ അയാൾ എന്താക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. ആർമി മെന്നിനെ കുതിരപ്പടയാളികളെയും അയാൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് അതിന് ശമ്പളത്തിന് പകരം എന്താക്കാണ്, സ്ഥലം കൊടുക്കണം. ഈ മൻസാബ്ദാരി റാങ്ക് വരുന്നത് എങ്ങനെയാ വെച്ചാൽ എത്ര കുതിരപ്പടയാളികൾ ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് മൻസാബ്ദാരി റാങ്ക് കൊടുക്കുക. അപ്പം ആ റാങ്കിനനുസരിച്ചുള്ള സ്ഥലവും എന്താക്കും, പതിച്ചു നൽകും. അവർക്ക് അവിടെ നിന്നുള്ള റവന്യൂ എന്താക്കാം, കളക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഉള്ളത് ഏതാണ്? അക്ബർ മരിച്ചത് എപ്പോഴാണ്? അക്ബർ പാസ്റ്റ് ഓൺ October 25, 1605 at the age of 63. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇത് പറയുകയാണ്, കുറച്ച് പോളിസികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ഒന്നെന്താണ്? പുതിയൊരു ഫിലോസഫി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്താണ്? കമ്പൈനിങ് ബെസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങളുടെയും ബെസ്റ്റ് പ്രിൻസിപ്പിൾ എടുത്തിട്ട് ഒരു പുതിയ ഫിലോസഫി, അതാണ് ദീന ഇലാഹി. രണ്ടാമത് എംഫസൈസ് പീസ് ആൻഡ് യൂണിവേഴ്സൽ ഹാർമണി എന്ന് പറയുന്ന ഒരു ദർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതാണ് എല്ലാവർക്കും സമാധാനം. അതിൻ്റെ പേരാണ് സുൽഹി ഹുൽ. മൂന്നാമത്തത് അദ്ദേഹം റിലീജിയസ് ടാക്സ് കംപ്ലീറ്റ്ലി എന്താക്കി, ഒഴിവാക്കി കൊടുത്തു. അതേപോലെ തന്നെ മൻസാബ്ദാരി സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്തിനായിരുന്നു? മിലിറ്ററിനെ വളരെ സ്ട്രക്ചറായിട്ട് നല്ല ഡിസിപ്ലിനോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇത് മൻസാബ്ദാരി സിസ്റ്റം. അതേപോലെ തന്നെ 1605 എന്താക്കുന്നുണ്ട്? അക്ബർ ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ അക്ബറിൻ്റെ സദസ്സിലെ കുറച്ച് പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അതിൽ 9 ആളുകളാണുള്ളത്. മാറിപ്പോകരുത്, ഇത് 9 ഇത് 9, മലയാളവും ഇംഗ്ലീഷുമാണ്. അപ്പം നമ്മൾ ഈ 9 ആളുകൾ അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വലി നല്ല കഴിവുള്ള ആളുകളായിരുന്നു ഈ 9 ആളുകൾ. ഇതിൽ പലർക്കും പല റോളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിലെ പേരുകളൊന്നും നമ്മൾ പഠിച്ചു വെക്കാൻ നല്ലതാണ്. ഒന്ന് ബീർബലാണ്, രണ്ടാമത്തത് രാജ തോഡർമല്ലാണ്, മൂന്നാമത്തെ ടാൻസൻ, നാലാമത്തെ അബുൽ ഫസിൽ, അഞ്ചാമത്തെ അബുൽ ഫൈസി, ആറാമത്തെ അബ്ദുർ റഹീം ഖാനി ഖാന, അതേപോലെ തന്നെ രാജ മാൻസിംഗ്, അതേപോലെ തന്നെ ഫക്കീർ അസീസുദ്ദീൻ, അതേപോലെ തന്നെ മുല്ല ജോ പ്യാസ. ഈ 9 ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കോർട്ടിലെ ജ്വൽസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിൽ നിങ്ങൾ ബീർബലിനെ കുറിച്ച് ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അബുൽ ഫസിൽ. അക്ബറിനെ കുറിച്ച്
ബുക്കുകൾ, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ചരിത്രവും വിശദമായി അദ്ദേഹം 2 പുസ്തകങ്ങളിലൂടെ എഴുതിയിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ 2 കൃതികൾ, പുസ്തകങ്ങളല്ല കൃതികൾ ഏതാണ് എന്ന് അറിയുന്നവർ എന്താക്കണം, ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ആ കൃതികൾ ഏതാണ് എന്ന് അറിയുന്ന മക്കൾ എന്താക്കാം, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഒരു പോർഷൻ, ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മുഗൾ ഭരണം എങ്ങനെയാണ് തുടങ്ങിയത്, അതിലെ പ്രധാനപ്പെട്ട ആളുകൾ ആരായിരുന്നു, എന്താണ് പാനിപ്പട്ട് യുദ്ധങ്ങൾ, അതുപോലെ തന്നെ അക്ബറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അക്ബറിനെ കുറച്ച് ഫിലോസഫി നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ അക്ബറിൻ്റെ കോർട്ടിലെ 9 നവരത്നങ്ങൾ ആരാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യുക. അത് നമുക്ക് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. ഓക്കെ, ബൈ.